നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. RP വിവാദം ആരോപണങ്ങൾ തള്ളി പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത്. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു വാർത്തയെ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തണമെന്നാണ് കരുതുന്നത്. നമ്മളുടെ നാളെ നടക്കുന്ന കമ്മിറ്റിയിലെ ഒരു അജണ്ടയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ജലിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വാർത്ത മറുപക്ഷത്ത് നിന്ന് UDFും BJPയും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതിയാണ് ഈ ബൈറ്റ് നൽകുന്നത്. ഒരു റിസോഴ്സ് പേഴ്സണെ സംബന്ധിച്ച് ഒരു അജണ്ട കമ്മിറ്റിക്കകത്ത് വന്നു എന്നുള്ളത് ഒരു പിൻവാതിൽ നിയമനമാണ്, ഒരു ഓടുപൊളിച്ചൽ കയറ്റമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിനെതിരെയുള്ള കരിനീക്കമാണ് എന്നൊക്കെ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, അത്തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ഒരിക്കലും അജണ്ടയിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടല്ല എടുക്കേണ്ട കാര്യം. അപ്പോൾ ഉൾപ്പെട്ട അജണ്ട എന്താണ് എന്ന് ആ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് ആ കത്തൊന്ന് വായിച്ച് മനസ്സിലാക്കി അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തക്ക രീതിയിൽ UDFിൻ്റെ അംഗങ്ങളും BJPയും ഒക്കെ പക്വത കൈവരിക്കണം എന്നൊരു അഭിപ്രായമാണ്. കാരണം ഭരണസമിതി അധികാരത്തിലെത്തി ഒരാഴ്ച കഴിയുന്ന സമയത്ത് തന്നെ അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ മുന്നണിക്കകത്ത് ഭിന്നിപ്പുണ്ട് അല്ലെങ്കിൽ ഇതിനകത്താകെ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഒരു ശ്രമമൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് 12-ാം തീയതി കമ്മിറ്റിയിൽ നമ്മൾ റിസോഴ്സ് പേഴ്സണെ സംബന്ധിച്ച് ഒരു അജണ്ട വന്നിട്ടുണ്ട്. അത് ഒരാളെ എന്ന് നമ്മൾ നിശ്ചയിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്നൊരാളെ നിയമിക്കണമെന്നല്ല അജണ്ട. മലയാളം വായിക്കാൻ അറിയുന്ന, എഴുത്തും വായന അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. നമ്മൾ അതിനകത്ത് പറയുന്ന ജനകീയാസൂത്രണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനകത്ത് ലഭിക്കാവുന്ന മുഴുവൻ ആളുകളുടെയും സേവനം ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പല വിഭാഗത്തിൽ എക്സ്പേർട്ടീസുമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയാവാം, വിദ്യാഭ്യാസ മേഖലയാവാം, ആസൂത്രണത്തിലാവാം, ശുചിത്വത്തിലാവാം, മറ്റ് പല മേഖലയിലും കഴിവ് തെളിച്ച റിട്ടയർഡ് ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഇവരുടെ സേവനങ്ങളെയൊക്കെ നമ്മളെങ്ങനെ ഇനി പദ്ധതി രൂപീകരണത്തിൽ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ പഞ്ചായത്തിന് 5 വർഷത്തിൽ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ഉയർന്നു വരേണ്ട ഒരു അജണ്ടയെ ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മുമ്പുണ്ടായിരുന്ന ഒരാളെ ആക്രമിക്കുന്ന രീതിയിൽ അയാൾക്ക് ഓടുപൊളിച്ച് കിടക്കാനെന്ന രീതിയിലൊക്കെ വാർത്ത കൊടുക്കുന്നതിലെ ഒരു ജനാധിപത്യ വിരുദ്ധത തിരിച്ചറിയണം. അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത്തരം ഒരു അജണ്ട ഒരു പിൻവാതിൽ നിയമനമാണെങ്കിൽ അത് അജണ്ടയായി എങ്ങനെയാണ് ഒരു യോഗത്തിൽ വരിക? അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം, പ്രസിഡന്റ് അറിയാത്ത അല്ലെങ്കിൽ പ്രസിഡന്റിനെ റബ്ബർ സ്റ്റാൻഡ്, ഇത് ഒരു മുന്നണി സംവിധാനത്തിനകത്ത് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾ ഒരു വാർഡിലെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അത് മികവാർന്ന രീതിയിൽ ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത തവണ ആ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് പൈങ്കുളം വില്ലേജിൽ ഉൾപ്പെടെ BJP എന്ന് പറയുന്നൊരു എതിരാളികൾ പോലും ഇല്ലാതെ നമ്മൾ വിജയിക്കുന്ന ഒരു അവസ്ഥ ഈ വാർഡുകളിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതിനെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ ഒരു ഘട്ടത്തിലും ഞാൻ ഇതിനകത്ത് കാണുന്നത് ഇത്ര സങ്കുചിതമായിട്ടൊക്കെ നമ്മൾ ഇതിനെ കാണണോ, അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്നേഹം നമ്മളോടുള്ള രീതിയിൽ ഒക്കെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ സ്നേഹം ഈ നാടിനോടാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും സേവനം നമുക്കിവിടെ ലഭിക്കണം. അപ്പോൾ അത്തരം ഒരു അജണ്ട വരുന്ന ഘട്ടത്തിൽ ഇവർ ഈ വാർത്താ സമ്മേളനമൊക്കെ വിളിക്കാൻ, ഇത് ഈ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ ഒരു ലേശം രാഷ്ട്രീയ പക്വതയും ക്ഷമയും ഒക്കെ കാണിക്കാൻ ഇനിയുള്ള നാളുകളിൽ ഇവർക്ക് കഴിയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു നിർദ്ദേശം ഈ രീതിയിൽ വെക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പ്രതികരണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇത് പാർട്ടിയോ മുന്നണിയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും ആലോചിക്കാത്തൊരു വിഷയത്തെ ഒരു കത്ത്, ജനകീയാസൂത്രണത്തിൽ ഒരു റിസോഴ്സ് പേഴ്സണെ സംബന്ധിച്ച്, ഒരു ട്രെയിനറെ സംബന്ധിച്ച് ഒരു കത്തിനെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ, ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് മുൻ മെമ്പർ കൂടിയായിരുന്ന ആള് ഉയർത്തുന്നൊരു വാദഗതി കണ്ടു. പ്രസിഡന്റിനേക്കാൾ കൂടുതൽ ആ കാലഘട്ടത്തിൽ ഒരു മെമ്പറാണ് ജീപ്പ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന 5 വർഷം ഈ വാദഗതി ഉയർത്തിയ ആള് ഈ കമ്മിറ്റികളിലൊക്കെ മെമ്പറായിരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു മുത്തുമണിയെങ്കിലും പൊഴിയേണ്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കത്തെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കേണ്ടായി. അപ്പൊ 3-ാം വാർഡിൽ, അദ്ദേഹത്തിന്റെ പഴയ വാർഡിൽ വാർഡ് സെക്രട്ടറി ആയിരുന്ന ഉണ്ണീഷിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം അവിടെ ജയിച്ചപ്പോഴാണോ അദ്ദേഹത്തിന് ഈ കുഴപ്പം വന്നത്? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി വേണമെന്ന അഭ്യർത്ഥന അദ്ദേഹം മുന്നിലേക്ക് വെച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് LDF എല്ലാത്തിലും മത്സരിച്ചപ്പോഴാണോ ഇപ്പോൾ ഈ ആദർശധീര്യതയും ഈ ഇത്ര സത്യസന്ധതയൊക്കെ വന്നത്? അപ്പോൾ ഇത് പഞ്ചായത്തിന് വേണ്ടി അതിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു
ഒരു വ്യക്തി ആ കാലത്ത് ഉപയോഗിച്ച ഒരു ജീപ്പ് ഉപയോഗിച്ചു എന്നുള്ള ഒരു വാദഗതിയൊക്കെ ഉയർത്തി ഇത്ര ബാലിശമായ അപക്വമായ വാദങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയത്തിന് ഒട്ടും ഉചിതമല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണിയും അതുപോലെ തന്നെ ഭരണസമിതിയും ഒക്കെ ആലോചിക്കാത്ത ഒരു തീരുമാനം നമ്മൾ എടുക്കുന്ന ഘട്ടത്തിൽ ഉയർത്തേണ്ട വാദഗതികളെ ഇത്ര തുടക്കത്തിലെ UDF ഇത്ര പരിഭ്രമിച്ച് മുന്നിലേക്ക് വരരുത് എന്നൊരു അഭിപ്രായമാണ്. ഈ ഭരണസമിതി 5 വർഷം ഏറ്റെടുത്ത കാര്യങ്ങളെ കൃത്യമായി ചെയ്യും. ഇനി UDF എന്ന് പറഞ്ഞതിന് മറുപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ BJP വരും. കാരണം UDF-ഉം BJP-യും ഒരൊറ്റ ടീമാണ് എന്ന് നമുക്ക് മനസ്സിലായി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. കാരണം BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ധനകാര്യത്തിലേക്കുള്ള നോമിനേഷൻ എഴുതി കൊടുക്കുന്ന UDF-ന്റെ മെമ്പറാണ്. അപ്പോൾ അവര് അതല്ലെങ്കിൽ UDF-ന്റെ വനിതാ അംഗത്തെ ഞങ്ങൾ ധനകാര്യത്തിലേക്ക് പിന്തുണച്ചോ അല്ലെങ്കിൽ അവർ മാറ്റപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുമിച്ചിരുന്ന് നടത്തുന്ന തീരുമാനങ്ങളെ തെരഞ്ഞെടുപ്പിനകത്തും നടക്കുന്ന പോലെ തുടർന്ന് നടന്നോട്ടെ. പക്ഷെ മറിച്ച് ഒരൊറ്റ കാര്യമുള്ളൂ, ജനങ്ങൾക്ക് ഈ ഭരണസമിതിയും LDF-നെയും പ്രസിഡന്റിനെയും എല്ലാവരെയും അറിയാം, ജനങ്ങൾക്ക് സത്യം അറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങളെ ഒക്കെ ഒരു കാര്യവുമില്ലാത്തതാണ് എന്ന് തിരിച്ചറിയും, തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. റിസോഴ്സ് പേഴ്സണുമായി ബന്ധപ്പെട്ട് അതൊരാളാണോ ഒരു പാനലാണോ എന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കമ്മിറ്റി ഉചിതമായത് ഭരണപക്ഷി എന്ന നിലയ്ക്ക് നിയമാനുസൃതമുള്ള ഉത്തരവിനനുസരിച്ച് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പഞ്ചായത്തിനുണ്ട്. ഇത് ഉത്തരവ് എന്ന് പറയുന്നത് സർക്കാർ ഇറക്കിയ ഒരു രേഖ തന്നെയാണ്. അതിൽ വെക്കാനുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിനോ ആരെയെന്നുള്ളതല്ല. പക്ഷെ ഞാൻ പറയുന്നത് നിലവിൽ അങ്ങനെ ഒരു ആലോചന പാഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ നമ്മൾ ആലോചിക്കുന്നില്ല. മറിച്ച് ഭാവിയിൽ ഇത്തരം ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ഒരു പാനലായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനനുസൃതമായിട്ട് ആലോചിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഭരണസമിതി എന്ന നിലയ്ക്ക് നിലവിൽ അറിയിക്കാനുള്ളത്.